നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇടതു ബദൽ എന്നതും കമ്മ്യൂണിസം കാലഹരണപ്പെടുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. BJP ജില്ലാ നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് രാജ്യത്ത് പ്രസക്തിയുള്ളത്. കോൺഗ്രസിനെ ചാരി നിന്നാണ് CPM മുഖം രക്ഷിക്കുന്നത്. കമ്മ്യൂണിസം നശിക്കുന്നത് കോൺഗ്രസിനെ ഇഷ്ടപ്പെടാത്തത് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല എന്നതുകൊണ്ടാണെന്നും കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും BJP അത്ഭുതപൂർവമായ മുന്നേറ്റം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് നാശം പോലെ കേരളത്തിൽ 2 പ്രമുഖ പത്രങ്ങളും നാശത്തിലേക്ക് പോകുകയാണ്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന സമീപനം അവർക്ക് ഗുണകരമല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് P രഘുനാഥ്, സെക്രട്ടറി രേണു സുരേഷ്, ട്രഷറർ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ P വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, KP സുരേഷ് എന്നിവർ സംസാരിച്ചു. പാലക്കാടുകാരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ 4 ദിവസം പാർട്ടിയുടെ പ്ലീനം നടന്നിരുന്നു. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3. സേവനത്തിൻ്റെ 27ാം വർഷം. വ്യാപാരദ്രോഹ നടപടികളിൽ നിന്നും നഗരസഭ പിന്മാറണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ ജനകീയ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് നഗരസഭ അധികൃതർ നടപ്പിലാക്കുന്നത്. മാലിന്യമില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് യൂസർ ഫീ വേണമെന്ന ശാഠ്യം നഗരസഭ ഒഴിവാക്കണം. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനുള്ള സർക്കാർ നടപടികൾക്ക് തുരങ്കം വയ്ക്കുന്ന നഗരസഭാ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും നൌഷാദ് ആവശ്യപ്പെട്ടു. ലൈസൻസ് നടപടികൾ ലഘൂകരിക്കുക, യൂസർ ഫീ വർധന ഒഴിവാക്കുക, അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരി മാർച്ച്. ഏരിയ പ്രസിഡന്റ് A പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M അനന്തൻ, V മനോജ്, M ബഷീർ, V മുരളി എന്നിവർ സംസാരിച്ചു. ഈ സംരംഭത്തിൽ പങ്കാളികളാകണം എന്ന് പറഞ്ഞ് അവരെയും കൂടി സഹകരിപ്പിക്കാം. പക്ഷെ മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോയിട്ട് യൂസർ ഫീ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു അന്യായമാണല്ലോ. അത് ആ ബോധ നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സഹായിപ്പിക്കണം. അതുപോലെ സർക്കാർ തീരുമാനിച്ച മാലിന്യം നിങ്ങളുടെ യൂസർ ഫീ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് തരില്ല. അങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കാൻ പറ്റും. ലൈസൻസിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അത് നിങ്ങൾ നടപ്പിലാക്കണം. അപ്പോൾ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിനെ സർക്കാരിനെതിരായി തിരിക്കുന്ന രൂപത്തിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം ഒരു ഭരണാധികാരികൾ തീരുമാനിക്കുന്ന നയം നടപ്പിലാക്കുന്നത് ഇവിടെ എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ഇതാണല്ലോ. അപ്പോൾ കാര്യം തീരുമാനിക്കുന്നത് ഭരണാധികാരികളാണെങ്കിലും നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥ സംവിധാനമാണ്. ആ ഉദ്യോഗസ്ഥ സംവിധാനം നടപ്പിലാക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ വികാരം എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ജനവികാരത്തിനെതിരായി ചില നടപടികൾ സ്വീകരിക്കും. ആ ജനവികാരത്തിനെതിരായ നടപടികൾ സ്വീകരിക്കുമ്പോൾ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ജനവികാരം, ഈ നിലയിലേക്ക് നിങ്ങൾ വരണം, അപ്പോഴും നമുക്കൊരു കാര്യം ഉണ്ടാകണം, നമ്മൾ പറയുന്നത് ന്യായമായിരിക്കും. ആ രൂപത്തിൽ ന്യായമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാർ പൊതുവിലെടുക്കുന്ന നല്ല കാര്യങ്ങൾ അതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന സമരങ്ങളൊക്കെ വരും. ആ സമരം വരുമ്പോൾ നമ്മൾ കൂടി നല്ല കാര്യത്തിന് കൂട്ടു നിൽക്കണം. ഇന്ന് നമുക്ക് നല്ല കുതിരാനിലെ കൂടി പണ്ട് യാത്ര